വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോപ്പറേഷൻ CSEBയുടെ കോപ്പറേഷൻ്റെ മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് ചാപ്റ്റർ 13 റിസ്ക് ഫണ്ട് സ്കീം, അതുപോലെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, ധാരാളം സ്കീമുകളെ കുറിച്ച്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ റിവൈവൽ ഫണ്ട് സ്കീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ ഇനിയുള്ളതാണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ നോട്ട്സ് എല്ലാം നമ്മൾ കോപ്പറേറ്റീവിലോട് ഒരു ബാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കോപ്പറേറ്റീവിലോടെ ബാച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ യൂട്യൂബിൻ്റെ നോട്ട്സിൻ്റെ ഒരു ഫോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ആ ഫോൾഡറിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോപ്പറേറ്റീവിലോയും പഠിക്കാം, കൂടെ നമ്മുടെ മെറ്റീരിയൽസും റെഫർ ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ചാനൽ നമ്പറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. പെട്ടെന്ന് തന്നെ കണ്ടൻറ്റുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടൻറ്റുകളെല്ലാം നിങ്ങൾ ഓർമ്മിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. അപ്പോൾ റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തു കഴിഞ്ഞാൽ വായ്പാ കാലാവധിക്കുള്ളിലോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലോ മരണപ്പെടുകയാവാം, അല്ലെങ്കിൽ മാരക രോഗം ബാധിക്കാവാം. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വായ്പയിൽ ഇളവ് ലഭിക്കുന്നൊരു പദ്ധതിയാണ് എന്ത്, ഈ സഹകരണ റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 2008 ഏപ്രിൽ 1 മുതലാണ് ഈ പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, ഒരുപാട് പിന്നെ അമെൻമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം 2008 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം 2008 എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ആ രീതിക്ക് തന്നെ പഠിക്കണം കേട്ടോ. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം 2008 ഏപ്രിൽ 1. അപ്പോൾ ഏപ്രിൽ 1 2008, ഏപ്രിൽ 1 2008 ഈ പദ്ധതി നിലവിൽ വരുന്നത്. എന്നാൽ സ്വർണ്ണ പണയ വായ്പ ഉണ്ടല്ലോ, ഗോൾഡ് ലോണിനും നിക്ഷേപ വായ്പയ്ക്കും എന്തില്ല, അതിന് ഒഴികെ ആ വായ്പയുടെ പരിധിയിൽ ഈ പദ്ധതി വരില്ല. അത് രണ്ടും ഒഴികെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെപ്പോസിറ്റ് വായ്പയും അതുപോലെ ഗോൾഡ് ലോൺ വായ്പയും ഇതിൻ്റെ അണ്ടറിലല്ല വരുന്നത്. അതല്ലാത്ത എടുക്കുന്ന എല്ലാ തരത്തിലുള്ള ലോണുകളുണ്ടല്ലോ, അങ്ങനത്തെ ലോണുകൾക്കാണ് ഈ ഒരു റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ പരിധിയിൽ വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. പിന്നെ ഇനി ഈ ഒരാൾ മരണപ്പെടുകയാണ്, അതായത് ഒരു ലോൺ എടുത്ത ആൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വായ്പ ബാക്കി നിൽക്കുന്ന തുക അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, ഇതിലേതാണോ കുറവ് അതാണ് വായ്പാക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ റിസ്ക് ഫണ്ടായിട്ട് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ലക്ഷം പണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ നിരക്കാണ് പറയുന്നത്. പുതിയ അമെൻമെൻറ്റ് പ്രകാരം ഈ ഒരു 3 ലക്ഷം രൂപയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ അതായത് വായ്പ എടുത്തു, ലോൺ എടുത്തു, അപ്പോൾ ലോൺ എടുത്ത അതായത് ലോണി മരണപ്പെട്ട് കഴിഞ്ഞാൽ വായ്പയിൽ ബാക്കി നിൽക്കുന്ന തുക എന്തായാലും അടയ്ക്കണമല്ലോ, ആൾക്കാർ അടയ്ക്കണം. അപ്പോൾ അതിന് കുറച്ച് അവർക്ക് ഒരു ഇളവ് കൊടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ. വായ്പയിൽ ബാക്കി നിൽക്കുന്ന തുക അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, ഇതിലേതാണോ കുറവ് ആ തുകയാണ് വായ്പക്കാരൻ മരണപ്പെട്ടാൽ റിസ്ക് ഫണ്ടായിട്ട് ലഭിക്കുക എന്ന് ആലോചിക്കാം. ഇനി അതുപോലെ മാരക രോഗം എന്തെങ്കിലും, ഡെഡ്ലി ഡിസീസ് ബാധിക്കുകയാണെങ്കിൽ 1,25,000 75,000 ആയിരുന്നു, പിന്നെ അത് 1 ലക്ഷം ആക്കിയിട്ടുണ്ട്, പിന്നെ അത് 1,25,000 അപ്പോൾ പുതിയ നിരക്ക് കേട്ടോ. അപ്പം 3 ലക്ഷം ഓർക്കണം, 1,25,000, 3 ലക്ഷം രൂപ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാരക രോഗം ഡെഡ്ലി ഡിസീസ് ബാധിക്കുകയാണെങ്കിലാണ് 1,25,000 രൂപ. അപ്പോൾ ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ രീതിക്ക് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. 2008 ഏപ്രിൽ 1 പദ്ധതി നിലവിൽ വന്നു. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, സ്വർണ്ണ പണയ വായ്പ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ലോണും ഗോൾഡ് ലോണുമ്പിലും എന്തില്ല, ഇത് കിട്ടില്ല, അങ്ങനെ എടുത്തിട്ടാണ് ലഭിക്കില്ല. പിന്നെ പഠിക്കേണ്ടത് ഈ 3 ലക്ഷവും 1,25,000 വായ്പയിൽ ബാക്കി നിൽക്കുന്ന തുക അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, അതിലേതാണോ കുറവ് അതാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ റിസ്ക് ഫണ്ടായിട്ട് ലഭിക്കുക. മാരക രോഗം ബാധിക്കുകയാണെങ്കിൽ 1,25,000. രോഗങ്ങളുടെ കാര്യം, ഇന്ന രോഗത്തിന്, അതായത് ക്യാൻസറിന് ഇന്നത്, അങ്ങനെ ഒരുപാട് രോഗങ്ങളുടെ കാറ്റഗറീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്ര ഡീപ്പായിട്ട് പോയിട്ടില്ല. മാരക രോഗം ബാധിക്കുകയാണെങ്കിൽ ജസ്റ്റ് 1,25,000 രൂപ മാത്രം നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ, കുറച്ച് അവർ ഒരു ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റുള്ള ആശുപത്രികളും അതുപോലെ സഹകരണ രജിസ്ട്രാറുടെ ഭരണനിയന്ത്രണത്തിനുള്ള ആശുപത്രികളിലെല്ലാം ഈ ബോർഡ് അംഗീകരിക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ആശുപത്രികളിലെല്ലാം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് ചികിത്സാ ആനുകൂല്യം ലഭ്യമാകും കേട്ടോ. ഓക്കെ, അപ്പോൾ മാരക രോഗം ബാധിച്ച് അഡ്മിറ്റായി കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനത്തെ നമുക്കറിയാലോ,
ഇത് അംഗീകരിക്കുന്ന ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയി അഡ്മിറ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രേഖകൾ, അനുബന്ധ രേഖകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തുക ഇളവ് കിട്ടും. ഓക്കെ. ഇനി ഇത് ഏതൊക്കെ ബാങ്കുകളിലാണെന്ന് വെച്ചാൽ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ, അതുപോലെ പ്രാഥമിക വായ്പാ സംഘങ്ങൾ, സഹകരണ അർബൻ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ, പിന്നെ അതുപോലെ രജിസ്ട്രാറിൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റു വായ്പാ സംഘങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ലോൺ എടുക്കുന്നവർക്കാണ് ഇത് അവൈലബിൾ ആവുക കേട്ടോ. ഓക്കെ. നമ്മളിപ്പോൾ കോപ്പറേറ്റീവിൻ്റെ ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്കുകളിലും ഇത് അവൈലബിൾ ആവും എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ, റിസ്ക് ഫണ്ട് സ്കീം. ഓക്കെ. ഇനി മരണപ്പെട്ട തീയതിയിൽ വായ്പക്കാരന് 70 വയസ്സിൽ കൂടാൻ പാടില്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ ഒരാൾ നിയമപ്രകാരമായിട്ടുള്ള പ്രീമിയം അടയ്ക്കണം കേട്ടോ. പ്രീമിയം അടച്ചെടുത്ത വായ്പകൾക്കെല്ലാം ഈ പദ്ധതിയുടെ കീഴിൽ, ഇപ്പോൾ ഒരാൾക്ക് 3 ലോൺ ഉണ്ട് എന്ന് വിചാരിക്കുക, അപ്പോൾ 3 ലോണിനും അയാൾ ഇങ്ങനെ പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വായ്പകളെല്ലാം ഈ പദ്ധതിയുടെ കീഴിലാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരാൾക്ക് നിയമപ്രകാരം അയാൾ പ്രീമിയം അടച്ച എല്ലാ വായ്പകൾക്കും ഈ പദ്ധതിയുടെ കീഴിലേക്ക് കൊണ്ടുവരും. അപ്പോൾ മുൻകാലങ്ങളിൽ നൽകിയ വായ്പയ്ക്ക് പുതിയ നിരക്കിൽ പ്രീമിയം ബന്ധപ്പെട്ട ഉത്തരവുകൾ അനുവദിക്കുന്നു. അതായത് അമെൻമെൻറ്റ്സ് വരുമ്പം അവർക്ക് പുതിയ സ്കീമിലേക്ക് ജോയിൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ചികിത്സാ ധനസഹായമൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും, മരണപ്പെട്ട് ഇപ്പോൾ ഒരാൾ ഡെഡ്ലി ഡിസീസാണ്, അപ്പോൾ ഡെഡ്ലി ഡിസീസാണെന്ന് പറഞ്ഞിട്ട് അവർ അപ്ലൈ ചെയ്തു, അപ്പോൾ അയാൾക്ക് 1,25,000 രൂപ കിട്ടുമല്ലോ. അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അയാൾ ഡെഡ്ലി ഡിസീസ് മൂലം മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അപ്പോൾ പിന്നെ അയാൾക്ക് ബാക്കി 3 ലക്ഷം ഉണ്ടല്ലോ ടോട്ടൽ, അങ്ങനെയാകുമ്പോൾ 3 ലക്ഷം ഉണ്ട് മരണപ്പെട്ട് കഴിഞ്ഞ്. അപ്പം അയാൾക്ക് ഈ 1,25,000 ഓൾറെഡി കിട്ടിയ കാരണം ബാക്കി മാത്രമാണ് എന്ത് ചെയ്യുക, ബാക്കി തുകയ്ക്ക് മാത്രമേ അർഹതയുള്ളൂ എന്നാണ് ഓക്കെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ നിർദ്ദിഷ്ട തീയതിക്ക് ശേഷമാണ് ബാങ്ക് സംഘം റിസ്ക് ഫണ്ട് വിഹിതം ബോർഡിലേക്ക് അടയ്ക്കണം. അതിന് ശേഷമാണെങ്കിൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു വായ്പക്കാരൻ എത്ര വായ്പ എടുത്തു, നമ്മൾ പറഞ്ഞു 3 ലോൺ ഉണ്ട് അയാൾക്ക്, 3 ലോൺ ഉണ്ടെങ്കിൽ 3 പിന്നെ പ്രീമിയം ഒക്കെ അടയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പരമാവധി 6 ലക്ഷം രൂപ മാത്രമേ റിസ്ക് ഫണ്ട്, ഇപ്പം 3 ലോൺ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓരോ ലോണുമ്പിലും 3 ലക്ഷം രൂപ മാക്സിമം അങ്ങനെ ഒരു കണക്കില്ല. മാക്സിമം ഒരു വായ്പക്കാരൻ എത്ര വായ്പകൾ എടുത്തിട്ടുണ്ടെങ്കിലും പരമാവധി 6 ലക്ഷം രൂപ മാത്രമേ റിസ്ക് ഫണ്ട് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഒരാൾ വായ്പ എടുത്തു, 6 മാസത്തിനകം മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അപ്പോൾ ആനുകൂല്യം ലഭിക്കും കേട്ടോ. പ്രത്യേകമുണ്ട്, ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അയാൾ മുറ തെറ്റാതെ ലോൺ അടയ്ക്കുന്ന ഒരാളായിരിക്കണം. എന്തെങ്കിലും അടവിൽ അയാൾ പിന്നെ വീഴ്ച വരുത്തി, ഇപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഓരോ മാസം പെൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അയാളെ ഇങ്ങനത്തെ ഒരു എന്തില്ല ഈ സ്കീമിൽ ഭാഗമാക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. വായ്പാ കാലാവധി ശേഷം 6 മാസത്തിനകം മരണപ്പെട്ടതാണെങ്കിലും ആനുകൂല്യം ലഭിക്കും. പക്ഷെ അയാൾ ഒരു തവണ പോലും മുടങ്ങാതെ ലോൺ അടയ്ക്കുന്ന ആളായിരിക്കണം. അപ്പം എങ്കിൽ മാത്രമേ അയാൾക്ക് ഇത്തരത്തിൽ റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ ഭാഗമാക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ആലോചിക്കുക. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഒരാൾ ചേർന്നിട്ട് 1 മാസത്തിനുള്ളിൽ വല്ല അപകട മരണമോ ഹൃദയാഘാതമോ ഒക്കെ വന്ന് മരിക്കുകയാണെങ്കിൽ അപ്പോഴൊന്നും ലഭിക്കില്ല കേട്ടോ. വായ്പാ കാലാവധിക്ക് ശേഷം 6 മാസത്തിനകം മരണപ്പെട്ടാൽ മാത്രമേ ആനുകൂല്യം ലഭിക്കുള്ളൂ. ഈ 6 മാസവും അയാൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, ലോണിൻ്റെ റീപേയ്മെൻറ്റ് മുടങ്ങാതെ അടച്ചിട്ടും ഉണ്ടായിരിക്കണം. അതും വലിയൊരു കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ ഈ 11 പണ്ടത്തെ എമൗണ്ട് അല്ല, പുതിയ എമൗണ്ട് 3 ലക്ഷം ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് 11/10/2022 വന്ന്, അതായത് ഒക്ടോബർ 11, 2022 വന്നിട്ടുള്ള എന്താണ് സ്കീമിൽ, അതായത് അമെൻമെൻറ്റിലാണ് ഇത്തരത്തിൽ പുതിയൊരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നു കേട്ടോ. ആ ഓർഡർ തൊട്ടിട്ടാണ് 3 ലക്ഷം പരിധി ഉയർത്തിയത്. അപ്പോൾ ആ പരിധിക്ക് വായ്പയ്ക്ക് പുതുക്കിയ നിരക്കിൽ പ്രീമിയം അടച്ച് 6 മാസത്തിനുള്ളിൽ ഈ പദ്ധതിയിലേക്ക് ചേരാം. പഴയ ആൾക്കാർക്ക് ഈ പുതിയ സ്കീമിലേക്ക് പ്രീമിയം അടച്ച് ഒക്കെ ചേരാമെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് 11/10/2022 ഈ ഒരു ഓർഡറിൽ 0.7% ലോൺ എമൗണ്ടിൻ്റെ അത് അടയ്ക്കേണ്ട തുകയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ മന്ത്ലി അടയ്ക്കണം എന്ന് പറഞ്ഞല്ലോ, അതാണ് പറഞ്ഞത് കേട്ടോ. ലോൺ എമൗണ്ടിൻ്റെ 0.7% ആണ് അടയ്ക്കേണ്ടത്. ഓക്കെ. ഓരോ പ്രീമിയം അടയ്ക്കേണ്ടത് കേട്ടോ. പ്രീമിയം പിന്നെ മിനിമം 100 മാക്സിമം 2000 അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ചോദിക്കും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. 11/10/2022 വന്നതിൽ 0.7% എന്താണ്, ലോൺ എമൗണ്ടാണ്. ലോണിൻ്റെ ആ ഒരു രീതിക്കാണ് പുതുക്കിയ നിരക്ക് കേട്ടോ. ആ പ്രീമിയം അടയ്ക്കേണ്ടത് ലോണി.
ഇനി മിനിമം 100 മാക്സിമം 2000 അതൊന്ന് ഓർത്ത് വയ്ക്കണം. 0.7% ആലോചിക്കണം. മിനിമം 100 മാക്സിമം 2000 ആണെന്ന് ആലോചിക്കണം. ഈ തുക 15-ാം തീയതിക്ക് മുമ്പ് ബോർഡിൽ അടയ്ക്കണം. അതായത് ഓരോ മാസവും ഈടാക്കുന്ന തുക തൊട്ടടുത്ത മാസം 15-ാം തീയതിക്ക് മുമ്പ് ബോർഡ് അക്കൗണ്ടിൽ അടയ്ക്കേണ്ടതാണ്. ബോർഡ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വികസന ക്ഷേമനിധി ബോർഡാണ്, അതായത് വെൽഫെയർ ബോർഡാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. കേരള പിന്നെ കോപ്പറേറ്റീവിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ബോർഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബോർഡാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ റിസ്ക് ഫണ്ട് സ്കീം അവരാണ് ഇതിൻ്റെ എന്ത് ചെയ്യുക, നടത്തിപ്പുകാരെന്ന് പറയുന്നത്. അപ്പോൾ അവരാണ്, ഗവൺമെൻറ്റാണ് തുടങ്ങിയത്. അപ്പോൾ അവർ ഗവൺമെൻറ് ആണല്ലോ, അപ്പോൾ ഗവൺമെൻറ് എൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ പിന്നെ ബോർഡാണ്, ക്ഷേമനിധി ബോർഡിലേക്കാണ് ഇത് അടയ്ക്കേണ്ടത്. അവരുടെ ബോർഡിലേക്കാണ്, അക്കൗണ്ടിലേക്കാണ് അടയ്ക്കുക. തുക അടയ്ക്കുന്നതിൽ വീഴ്ച വന്നാൽ 15% എന്ത് പെനാലിറ്റി പോലെ പിഴപ്പലിശ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അതായത് തുക കറക്റ്റായിട്ട് അടയ്ക്കണം. വീഴ്ച വന്നു കഴിഞ്ഞാൽ എത്ര രൂപ പിഴപ്പലിശ അടയ്ക്കേണ്ടത്, അത് അവരുടെ കാര്യമാണ് കേട്ടോ, വ്യക്തിയുടെ കാര്യമല്ല. 15% പിഴപ്പലിശ അടയ്ക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ബാങ്കുകൾ കളക്ട് ചെയ്തതിന് ശേഷം. ഇനി ബാങ്കുകളിൽ നിന്നുമുണ്ട് എമൗണ്ട് പോകുന്നത്, അതാണ് 20 കോടി വരെയുള്ള നിക്ഷേപത്തിന് 5000 രൂപ. 20 കോടിക്ക് മുകളിൽ 50 കോടി വരെയാണെങ്കിൽ 75,000, 50 കോടിക്ക് മുകളിൽ 100 കോടി വരെയുള്ളതിന് 10,000, 100 കോടിക്ക് മുകളിൽ 15,000. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ കേരള ബാങ്ക് അല്ലെ കേരള സഹകരണ ബാങ്കിൽ നിന്നും ജില്ലാ സഹകരണ ബാങ്ക് ഇല്ല, അന്ന് പക്ഷേ ഉണ്ടായിരുന്നു 25,000 രൂപ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. കേരള ബാങ്ക് എത്ര എമൗണ്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപയാണ് ഈ റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഹാർട്ട് അറ്റാക്ക് മൂലമോ വായ്പ എടുത്ത് 1 മാസത്തിനകം മരണപ്പെട്ടാൽ നമ്മൾ പറഞ്ഞില്ല, വായ്പയുടെ ഈ പദ്ധതി ആനുകൂല്യം ലഭ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ റിസ്ക് ഫണ്ടിനായിട്ട് ഇപ്പം അനന്തരാവകാശി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബന്ധുക്കളാണല്ലോ, ലീഗലി ആൾക്കാരാണല്ലോ അതിന് അപ്ലൈ ചെയ്യുക, നമുക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവർ അപ്ലൈ ചെയ്യുമ്പം ഇവരെന്താ ചെയ്യേണ്ടത്, ഇവരാദ്യം കമ്മിറ്റിക്ക് മുമ്പാകെ, അതായത് ആ പ്രാഥമിക സഹകരണ സംഘത്തിലാണ് കൊടുക്കുക അല്ലേ, അത് കൊടുക്കും. അപേക്ഷ അവർ സ്വീകരിക്കും. ഭരണസമിതി എന്ത് ചെയ്യും, അർഹതയുണ്ടോ അർഹതയില്ലേ എന്നൊക്കെ നോക്കും, ചട്ടം രേഖകളൊക്കെ നോക്കിയതിന് ശേഷം ആ ഒരു ടൈം ലിമിറ്റൊക്കെ പഠിച്ചു വെച്ചോളും. 1 മാസത്തിനകം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലിന് കൊടുക്കും. 1 മാസത്തിനകം കേട്ടോ, 1 മന്തിനകമാണ് ഇവർ കിട്ടി. 1 മാസത്തിനകം ഈ ഭരണസമിതി എന്ത് ചെയ്യണം, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലിന് കൊടുക്കണം. അങ്ങേരത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ അത് 15 ദിവസത്തിനകം നമ്മുടെ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിലെ സെക്രട്ടറിക്ക് കൊടുക്കണം. സെക്രട്ടറിക്ക് മുമ്പാകെയാണ് അപേക്ഷകളൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവരത് ബോർഡിന് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ 2 ടൈം ലിമിറ്റോട് പറഞ്ഞു. 1 മാസത്തിനകം ഇവർ യോഗം കൂടി എന്ത് ചെയ്യണം, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ കൊടുക്കണം. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ അത് 15 ദിവസത്തിനകം നമ്മുടെ എന്ത് ചെയ്യണം, വെൽഫെയർ ബോർഡിൻ്റെ സെക്രട്ടറിക്ക് അയക്കണം. ഓക്കെ, സെക്രട്ടറിക്ക് കിട്ടണം. അതിനുശേഷം അവരെന്ത് ചെയ്യണം, പിന്നെ അവരുടെ ജോയിൻറ്റ് ഡയറക്ടർമാർ സാധാരണ, അതായത് ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർമാരുണ്ടല്ലോ, അവർ പ്രതിമാസം അവലോകന യോഗം കൂടും. ഓരോ ജില്ല, അതായത് ജോയിൻറ്റ് രജിസ്ട്രാർമാർ ജില്ലയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർ പ്രതിമാസം അവലോകന യോഗം കൂടുമ്പോൾ ഇങ്ങനെ AR ജനറൽമാരിൽ നിന്നും കിട്ടിയിട്ടുള്ള അപേക്ഷകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഓക്കെ, അവിടെ കൊടുക്കാൻ ഇവർക്ക് അർഹതയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും രേഖകളും എല്ലാം പരിശോധിച്ച് അവരെത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിന് തീരുമാനമാക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും വീഴ്ചയുണ്ടായി കഴിഞ്ഞാൽ ഈ അർഹതപ്പെട്ട റിസ്ക് ഫണ്ട് ആനുകൂല്യം വായ്പാക്കാരന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഭരണസമിതിയും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവും 2 കൂട്ടരും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതും ഒന്ന് പഠിച്ചിരിക്കണം. അതായത് 2 കൂട്ടർക്കും, ഭരണസമിതിക്കും ഉണ്ട്, അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവിനും ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആനുകൂല്യം ലഭിച്ച് 15 ദിവസത്തിന് അകം സംഘം ബാങ്ക് വിനിയോഗ സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത് അതൊക്കെ ബോർഡിലേക്ക് തിരിച്ചടയ്ക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ്. ഇനിയിപ്പം ബാങ്ക് ഇങ്ങനൊരു ഇത് കൈക്കൊണ്ടു, നമ്മൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ബാങ്ക് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ അപേക്ഷകന് തന്നെ എന്ത് ചെയ്യാം, സഹകരണ വികസന ക്ഷേമനിധി ബോർഡിലെ സെക്രട്ടറിക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം കേട്ടോ. ഞാൻ ബാങ്കിന് ഇങ്ങനെ കൊടുത്തായിരുന്നു, ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നമുക്കതിനെക്കുറിച്ചൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വെൽഫെയർ ബോർഡിന് നേരിട്ട് എന്ത് ചെയ്യാം, ക്ഷേമനിധി ബോർഡിന് നേരിട്ടിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ 2013 കേരള സഹകരണ സംഘത്തിനൊരു ഭേദഗതി വന്നപ്പോൾ
അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഭേദഗതി ഇപ്പോൾ 3 ലക്ഷമാക്കി ഉയർത്തിയതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞിരുന്നു പ്രസ്തുത ഭേദഗതി നിയമം നിലവിൽ വന്ന് 3 മാസത്തിനകം റിസ്ക് ഫണ്ട് പദ്ധതിയിൽ ചേരണം എന്ന് കേട്ടോ. 3 മാസത്തിനകം റിസ്ക് ഫണ്ട് പദ്ധതിയിൽ ചേരണം. ചില ആൾക്കാരൊക്കെ എന്തില്ല, ഈ വായ്പാ സംഘങ്ങളൊന്നും പ്രസ്തുത ബാങ്കുകൾ ചേരണില്ല. ഓക്കെ, ചിലവരൊന്നും ഈ ഒരു ഈ ഒരു സംഭവം റിസ്ക് ഫണ്ട് പദ്ധതിയിൽ ബാങ്കുകൾ അംഗമാകുന്നില്ല. അപ്പം അംഗമായിട്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക, ബാധകമായ എല്ലാ വായ്പാ സഹകരണ സംഘങ്ങളും പദ്ധതിയിൽ ചേരണം. അങ്ങനെ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ അവരെന്തു ചെയ്യും എന്നാണ് പറഞ്ഞത്, അവർക്ക് വായ്പ കൊടുക്കാനുള്ളത് റദ്ദാക്കാൻ സഹകരണ രജിസ്ട്രാർക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വായ്പ നൽകുന്നതിൽ നിന്നും പ്രസ്തുത സംഘങ്ങളെ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് വിലക്ക് കൽപ്പിച്ച ഉത്തരവ് നൽകാൻ സഹകരണ സംഘം രജിസ്ട്രാർക്ക് അധികാരമുണ്ടായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ് 57D. നമ്മുടെ ലോയിൽ സെക്ഷൻ 57Dയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് KCS ആക്റ്റിൽ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 57ലുള്ള എല്ലാം ആണ് ഈ സ്കീമുകളുമായി ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം അവിടെ എന്താ പറയണത് അതും കൂടി അങ്ങ് പഠിച്ചിട്ട് പോവാം. അപ്പോൾ സബ്സെക്ഷൻ 1 എന്താ പറഞ്ഞത് വെച്ചാൽ ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം ആ സ്കീം. ആ സ്കീമിലെ കണ്ടൻറ്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ കണ്ടൻ്റ് ഒന്നും പറയുന്നില്ല. ഗവൺമെൻറ് ഒരു സ്കീം പുറപ്പെടുവിക്കും, കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞ് സ്കീം പുറപ്പെടുവിക്കും. അപ്പോൾ സ്കീമിലെ കണ്ടൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫണ്ട് ഫോർ മീറ്റിംഗ് ദ ലോൺ ലയബിലിറ്റി ഓഫ് ദോസ് മെമ്പേഴ്സ് ഹു ഹാവ് അവൈൽഡ് ലോൺസ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡൈഡ് വിത്തിൻ ദ റീപേയ്മെൻറ്റ് പീരീഡിനകം, മരണപ്പെട്ട വ്യക്തികൾക്ക്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയത്. ഗവൺമെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. ദ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ലോൺസ് കവേർഡ് ബൈ ദ സ്കീം, അവരുടെ റേറ്റ്, മാനർ ഓഫ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് ദ ഫണ്ട് ബൈ ദ സൊസൈറ്റീസ്, മാനർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇതൊക്കെ സ്കീമിൽ സ്പെസിഫൈ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി ഓൾ സൊസൈറ്റീസ് കവേർഡ് അണ്ടർ ദ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം ഷോൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഒരു റേറ്റ് 3 മാസത്തിനകം. എന്ത് ചെയ്യണം, ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് 2013 നമ്മൾ പറഞ്ഞല്ലോ, 2013 വന്നപ്പം എല്ലാവരും എല്ലാ സംഘങ്ങളും 3 മാസത്തിനകം എന്ത് ചെയ്യണം, ചേരാത്തവരെല്ലാം ഇതിൽ ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നതിൽ നിന്ന് പ്രൊഹിബിഷൻ ഓർഡർ വരും എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവൈഡഡ് ദാറ്റ് ബിഫോർ മേക്കിംഗ് സച്ച് ഓർഡർ രജിസ്ട്രാർ ഷോൾ ഒരു ഓപ്പർച്യൂണിറ്റി ചീഫ് എക്സിക്യൂട്ടീവിനോട് ചോദിക്കും, എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് ലോണിൻ്റെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ ഓർഡർ ഇറക്കുമ്പോൾ ചോദിക്കും, ചീഫ് എക്സിക്യൂട്ടീവിനോട് ചോദിക്കും. അതിനുശേഷം മാത്രമാണ് ഓർഡർ പുറപ്പെടുവിക്കുക. ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇഫ് എനി സൊസൈറ്റി വയലേറ്റ് ചെയ്തു പ്രൊഹിബിഷൻ ഓർഡർ വന്നാൽ ദ രജിസ്ട്രാർ ഷോൾ ബി കോമ്പിറ്റൻറ്റ് ടു ഡിമാൻഡ് എ സം ഓഫ് ₹5,000 ആണ് പെനാലിറ്റി ആയിട്ട്. അപ്പോൾ ഈ 5,000 ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 5,000 ഓൺലി ആസ് പെനാലിറ്റി ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു പേ. ആ പെനാലിറ്റിയും അടച്ചില്ല വിത്തിൻ 2 വീക്സ് ആണെങ്കിൽ, ഡിമാൻഡ് നോട്ടീസ് അയച്ചു വിത്തിൻ 2 വീക്സ് അടച്ചില്ലെങ്കിൽ ദ രജിസ്ട്രാർ ഷോൾ ബി കോമ്പിറ്റൻറ്റ് ടു ഇഷ്യൂ ഡയറക്ഷൻ. ഫിനാൻസിങ് ബാങ്കിനോട് പറയും ആ എമൗണ്ട് റിക്കവർ ചെയ്തിട്ട് ഫിനാൻസിങ് ബാങ്ക് എന്ത് ചെയ്യും, അടയ്ക്കും. റിക്കവർ എമൗണ്ട് കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 പ്രകാരം എന്ത് ചെയ്യും, RRR പ്രകാരം അവർ അത് പിടിച്ചെടുക്കും. ഫിനാൻസിങ് ബാങ്ക് അവരെ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ ഫിനാൻസിങ് ബാങ്ക്, ഒന്ന് എടുത്താൽ പോരെ. ഇവർ തന്നില്ലെങ്കിൽ ഇവരെ ഇന്ന് എടുക്കാൻ ആർക്കറിയാം, രജിസ്ട്രാർക്ക് അറിയാം കേട്ടോ. ഓക്കെ, അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും. ഫിനാൻസിങ് ബാങ്ക് എന്ത് ചെയ്യും, അവരുടെ അക്കൗണ്ടിൽ നിന്ന് റിക്കവർ ചെയ്ത് അടപ്പിക്കും. അപ്പോൾ അത്രയും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ടത്, റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം നിലവിൽ വന്നതെന്ന്, എന്നാൽ നിലവിൽ വന്ന 2008 ഏപ്രിൽ 1. ഏതൊക്കെയാണ് ബാധകം, സ്വർണ്ണപ്പണയ വായ്പ, ഗോൾഡ് ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ലോണും ഒഴികെയുള്ള എല്ലാ വായ്പകളും ഇതിൻ്റെ പരിധിയിൽ വരും. പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയാണ് കൊടുക്കുക. 3 ലക്ഷം എന്നാണ് പറയുന്നത്. ഇതിലേതാണോ കുറവ്, അതായത് വായ്പയിൽ ബാക്കി നിൽക്കുന്ന തുക അല്ലെങ്കിൽ 3 ലക്ഷം രൂപ, ഇതിലേതാണോ കുറവ്. അയാൾക്ക് 1.5 ലക്ഷം രൂപ അടയ്ക്കാനുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ വെറുതെ 3 ലക്ഷം കൊടുത്തിട്ട് ആ 1.5 ലക്ഷം ഇയാൾ കുടുംബത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അപ്പോൾ 1.5 ലക്ഷമേ കൊടുക്കുള്ളൂ കേട്ടോ. അതാണ് ഏതാണോ കുറവ് അത് എന്ന് പറയുന്നത്. ഓക്കെ, മാരക രോഗം ബാധിക്കുകയാണെങ്കിൽ 1,25,000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ സർക്കാർ ആശുപത്രികൾ പല പല സംഭവങ്ങളും ഇത് എലിജിബിളാണ്. ഇനി നമ്മൾ ഏതൊക്കെ ബാങ്കുകളാണെന്ന് കണ്ടു. 70 വയസ്സിൽ അധികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങൾ കറക്റ്റ് വായിക്കുക. പിന്നെ എത്ര വായ്പ എടുത്താലും 6 ലക്ഷം രൂപയാണ് മാക്സിമം കൊടുക്കുള്ളൂ. 6 മാസത്തിനകം മരണപ്പെട്ടാലും ആനുകൂല്യം ലഭിക്കും എന്ന് ആലോചിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയതാണ് 0.7%
ലോണിൻ്റെ 0.7% പ്രീമിയമായിട്ട് അടയ്ക്കണം. മിനിമം 100, മാക്സിമം 2000 അടയ്ക്കണം. പിന്നെ 15-ാം തീയതിക്ക് മുമ്പ് ബോർഡിന് അല്ലെങ്കിൽ പിഴപ്പലിശ ഉണ്ടാവും 15% കേട്ടോ. ഓക്കെ. പിന്നെ ഈ കേരള സംസ്ഥാന ബാങ്ക് ഇതെല്ലാം പഠിക്കൽ എളുപ്പമല്ല. 5000, അത് പഠിക്കേണ്ട. 7500, 10000 അങ്ങനെ പഠിക്കണമെന്നില്ല. പക്ഷേ കേരള സഹകരണ ബാങ്കിൽ നിന്ന് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് സംസ്ഥാന ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ മിനിമം പഠിക്കുക 25,000 രൂപയാണെന്ന്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മന്ത്ലി പഠിക്കണം. അതായത് ഒരു മാസത്തിനകമാണ് കിട്ടിക്കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറലിന് സമർപ്പിക്കേണ്ടത്. ജനറൽ അത് 15 ദിവസത്തിനകം സമർപ്പിക്കണം. അവരതമ്മിൽ കൂടിയാലോചിക്കും. എല്ലാ മാസവും പ്രതിമാസ അവലോകന യോഗം കൂടും. AR ജനറൽമാരിൽ നിന്ന് കിട്ടിയതൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് കറക്റ്റായിട്ട് എമൗണ്ട് എന്ത് ചെയ്യണം, കൊടുക്കണം കേട്ടോ. പാസ്സാക്കാനുള്ള ഇത് നടപടി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ 2013 ആക്ട് പ്രകാരം 57D സബ്സെക്ഷൻ 3 പ്രകാരം പറയുന്നുണ്ട് 3 മാസത്തിനകം ഈ അമെൻമെൻറ്റ് വന്നു. 2013 അമെൻമെൻറ്റ് വന്നു. 3 മാസത്തിനകം ഈ പദ്ധതിയിൽ ചേരാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ചേരണം. ചേർന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ചേർന്നിട്ടില്ലെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ് പിരിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ, അധികാരം നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ആര് പുറപ്പെടുവിക്കുന്ന രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റാണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം പുറത്തിറക്കുന്നത്. സ്കീമിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ടതാണ് ഈ 3 months കൂടാതെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു എമൗണ്ട്, അതായത് പെനാലിറ്റി എത്രയാണ് വരിക? ഡിമാൻഡ് ചെയ്തു, വയലേറ്റ് ചെയ്തു, പ്രൊഹിബിഷൻ ഓർഡർ വന്നു. അപ്പോൾ കോമ്പിറ്റൻ്റ് ടു ഡിമാൻഡ് സം ഓഫ് ₹5,000 ആണ് പെനാലിറ്റി അടയ്ക്കേണ്ടത്. ഈ പെനാലിറ്റിയും വിത്തിൻ 2 ആഴ്ചയ്ക്കകം ഡിമാൻഡ് നോട്ടീസ് കൈപ്പറ്റി 2 വീക്കിനകം അടച്ചില്ലെങ്കിൽ രജിസ്ട്രാർ എന്താ ചെയ്യുക? രജിസ്ട്രാർ ഫിനാൻസിങ് ബാങ്കിനോട് പറയും RRR പ്രകാരം അത് റിക്കവർ ചെയ്ത് അടയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ പോയിൻറ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ PDF കൊടുക്കാം കേട്ടോ. സ്റ്റഡി ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? നന്നായി വായിച്ച് ഷോർട്ട് നോട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒരു 10 പോയിൻ്റേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ്. പക്ഷേ അതൊന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി നമുക്കിതുപോലെ കണ്ടൻറ്റുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.